അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിലെ ഏറ്റവും വിശിഷ്ടമായ ശീലങ്ങളിലൊന്ന് വിശ്വാസി ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ തിരസ്കരിക്കാൻ ധൈര്യപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് വേണ്ട എന്ന് വെക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് റമദാൻ വിശ്വാസിയെ ശീലിപ്പിക്കുന്നത്. ഒരാൾക്ക് ജീവിതത്തിന്റെ സുഖങ്ങളോട്, ജീവിതത്തിന്റെ സൗകര്യങ്ങളോട്, സംവിധാനങ്ങളോട്, ജീവിതത്തിന്റെ ഏത് പ്രലോഭനങ്ങളോടും നോ പറയാൻ കഴിയുക എന്നുള്ളത് ആ മനുഷ്യന്റെ വിജയത്തിന്റെയും വിവേകത്തിന്റെയും ലക്ഷണമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരു സംഘം ആളുകൾ വന്ന് പല പ്രലോഭനങ്ങൾ പറയുകയാണ്. പ്രവാചകരെ, അങ്ങേക്ക് ഈ രാജ്യത്തിന്റെ അധികാരം വേണമെങ്കിൽ നൽകാം, ഇവിടുത്തെ സർവ്വ സൗകര്യങ്ങളും സംവിധാനങ്ങളും അങ്ങേക്ക് മുന്നിൽ തുറന്നു വെക്കാം, അങ്ങ് ഒരേ ഒരു കാര്യം ചെയ്താൽ മതിയാകും, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പ്രവാചക വിശ്വാസത്തിന്റെ പ്രബോധനത്തിന്റെ ദൗത്യമുണ്ടല്ലോ, അതൊന്ന് അങ്ങ് ഒഴിവാക്കിയാൽ അങ്ങേക്ക് ആഗ്രഹിക്കുന്നതെല്ലാം ഈ നാടും സമൂഹവും പതിച്ചു നൽകും. അതുമാത്രമാണ് അങ്ങ് ചെയ്യേണ്ടത്. സമിഅർ റസൂലു കലാമഹും വ അജാബഹും, പ്രവാചകൻ ആ വാക്കുകളെല്ലാം കേൾക്കുകയാണ്. വ അജാബഹും, അവർക്ക് മറുപടി നൽകുകയാണ്. ലാ ലാ ഉരീദു സിവൽ ഇലാഹി വഖാല, എനിക്ക് സർവശക്തനായ അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ പറഞ്ഞ ഒന്നിനെയും എനിക്ക് ആവശ്യമില്ല, ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് അള്ളാഹുവിനെയാണ്, അതുകൊണ്ട് തന്നെ മറ്റെല്ലാത്തിനോടും വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. വല്ലാഹി ലൗ വുളിയൽ കവാകിബു ഫീ യദി, എന്റെ രണ്ട് കൈകളിൽ ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും വെച്ചു തന്നാൽ പോലും ഈ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ദൗത്യത്തെയും പ്രബോധനത്തിന്റെ ദൗത്യത്തെയുമല്ലാതെ ലാ ലാ ഉരീദു സിവൽ ഇലാഹി വഖാല, അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ വഴിയെയല്ലാതെ മറ്റൊന്നിനെയും ഞാൻ തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിതീവ്രമായി, ജാഗ്രവത്തായി ജീവിതത്തിന്റെ പല പ്രലോഭനങ്ങളോടും അങ്ങനെ വേണ്ട എന്ന് വെക്കാൻ, അത് പറയാൻ ധൈര്യം കാണിച്ചതിന്റെ നേട്ടമാണ് പ്രവാചകൻ പ്രബോധന വീതിയിൽ കൊയ്തെടുത്തത്. വിശ്വാസികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതും അങ്ങനെ നോ പറയാൻ കഴിയുക എന്നുള്ളതാണ്. തിരസ്കരിക്കാനുള്ള ശേഷിയുണ്ടാവുക, വേണ്ട എന്ന് വെക്കാനുള്ള ശേഷിയുണ്ടാവുക, അത് ജീവിതത്തിന്റെ ഏത് അമൂർത്തമായ ഘട്ടത്തിലും അത് പാലിക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ അതവന്റെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുമെന്ന് മാത്രമല്ല, വലിയ വിവേകത്തിലേക്കും നന്മയിലേക്കും വിജയത്തിലേക്കും വഴി നടത്തുകയും ചെയ്യും. ഭക്ഷണങ്ങൾ, അന്നപാനീയങ്ങൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ വേണ്ട എന്ന് വെക്കുന്ന വിശ്വാസി, സുഖാഡംബരങ്ങളും ആനന്ദങ്ങളും വൈകാരിക സുഖങ്ങളും വേണ്ട എന്ന് വെക്കുന്ന വിശ്വാസി ജീവിതത്തിന്റെ നിഖില തലങ്ങളിലും അരുതാത്തത്, ഗുണമില്ലാത്തത്, തനിക്ക് ചേരാത്തത്, ജീവിതത്തിന് പ്രയോജനം ചെയ്യാത്തത്, ഇഹപര ലോകത്തിന്റെ വിജയത്തിന് തടസ്സമാകുന്നത് വേണ്ട എന്ന് വെക്കാൻ ശീലിക്കുക കൂടിയാണ് റമദാനിലൂടെ നിർവഹിക്കുന്നത്. സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.